ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ കോട്ടയത്ത് പ്രചാരണ രംഗം കൊഴുപ്പിച്ച എൽഡിഎഫും യുഡിഎഫും. കേരള കോൺഗ്രസുകൾ തമ്മിലാണ് മത്സരമെങ്കിലും സിപിഎമ്മും കോൺഗ്രസും തങ്ങളുടെ പ്രവർത്തകരെ രംഗത്തിറക്കിയാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. എൽഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ ആദ്യഘട്ട പര്യടനം പൂർത്തീകരിച്ചപ്പോൾ മണ്ഡലത്തിൽ പ്രമുഖരെ കാണുന്ന പ്രവർത്തനങ്ങളിലാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ചുവരെഴുത്തുകളിലൂടെയും പോസ്റ്ററുകളിലൂടെയും സാന്നിധ്യം ഉറപ്പാക്കിയ എൽഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ ആദ്യഘട്ടത്തിൽ പ്രധാന സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, പ്രമുഖ വ്യക്തികൾ എന്നിവരെ സന്ദർശിച്ച് പിന്തുണ അഭ്യർത്ഥിച്ചു. പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള പുസ്തകവും പുറത്തിറക്കി. ബൂത്ത് തല കൺവെൻഷനുകളും വാർഡ് കൺവെൻഷനിലും ജനപങ്കാളിത്തം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുമുന്നണി. ഈ മാസം 10-ന് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ കോട്ടയം തിരുനക്കരയിൽ ചേരും. പാർലമെന്റ് കൺവെൻഷൻ തന്നെ തീരുമാനിച്ചു. 10-ാം തീയതിയാണ് കൺവെൻഷൻ. തിരുനക്കര മൈതാനത്താണ്. അതിനുശേഷം 11, 12, 13 തീയതികളായി നമ്മൾ നിയോജകമണ്ഡലം തല കൺവെൻഷൻസും തീരുമാനിക്കുകയാണ്. യുഡിഎഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനായി മണ്ഡലത്തിൽ ചുവരെഴുത്തുകൾ നടത്തിയിട്ടുണ്ട്. മണ്ഡലത്തിലുടനീളം പ്രമുഖരെ കാണുന്നതിലാണ് യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ ശ്രദ്ധ. ബൂത്ത് തല പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സജീവമായിട്ടുണ്ട്. യുഡിഎഫിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം മണ്ഡലം കൺവെൻഷനിലേക്ക് കടക്കും. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് തന്നെയാണെന്നുള്ളത് പാർട്ടിയിലും യുഡിഎഫിലും തീരുമാനമായിട്ടുണ്ട്. കേരള കോൺഗ്രസിന് കൊടുത്ത സീറ്റാണ്. അവർ ഔദ്യോഗികമായിട്ട് ഫ്രാൻസിസ് ജോർജിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത്ര ആവേശത്തോടുകൂടി ഞങ്ങൾ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. അത്ര ആവേശത്തോടുകൂടി ഞങ്ങൾ പ്രവർത്തന രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ എൽഡിഎഫും യുഡിഎഫും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കുമ്പോൾ എൻഡിഎ പ്രവർത്തകർ ചുവരുകൾ ബുക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ സജീവമാണ്. റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.